പേടിയോടെ നോക്കിക്കാണുന്ന ഒരു സാഹചര്യമാണ് ഒരു കല്യാണം എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടിയുടെ കല്യാണം എന്ന് പറയുന്നത്. അതൊരു ബാധ്യതയായി മാറുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സ്ത്രീധനം എന്ന് പറയുന്ന സമ്പ്രദായത്തിലൂടെ. അപ്പോൾ ആണുങ്ങൾക്കും അങ്ങനെ ഒരു സിസ്റ്റം വ്യക്തിമായ കുറേ ആണുങ്ങളുടെയും ഒക്കെ കാഴ്ചപ്പാടിലൂടെ സ്ത്രീ അവിടെ സെക്കൻഡറി മാത്രമാണ് ഈ ഒരു സിനിമയിലെ നരേറ്റീവിൽ. ആണുങ്ങളാണ് ഇതിൻ്റെ അകത്ത് പ്രശ്നം ബാധിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പൊ 500 ഇപ്പൊ എത്രയാണെന്ന് അറിയില്ല. ഞാൻ കല്യാണത്തിന് പൈസ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അതായത് കാർഡിന്റെ അടിയിൽ എഴുതുമല്ലോ, ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ ആയപ്പോ പൈസ വാങ്ങിക്കുന്നുണ്ട്. ഞാൻ എഴുതിയിട്ടുണ്ട് വേണ്ടാത്. അപ്പൊ പൈസ വാങ്ങിക്കണ്ടാണ് ചെയ്തത്. ഒരു കയ്യിരിക്കണ ആരെങ്കിലും ഞാനതിലൊന്നും വിശ്വസിക്കും. നല്ല സിനിമയാണെങ്കിൽ ആളുകൾ പോയി കാണുന്നുള്ളത് തന്നെയാണ്. ഞാൻ പടം കാണുന്നത് ഇപ്പൊ ഒരു പടം ഇറങ്ങി കഴിഞ്ഞ് ഞാൻ റിവ്യൂ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ അടുത്ത സുഹൃത്തുക്കളുടെ അടുത്ത് ചോദിക്കും ജെനുവിനായിട്ട്, എടാ പടം അങ്ങനെ ഉണ്ടല്ലേ, അവർ ഒരു എളിയ നല്ല പടമാണ് അല്ലെങ്കിൽ ആവറേജ് കാണാനൊന്നും എളിയ OTT കണ്ടാൽ മതി. അപ്പൊ തിയേറ്ററിൽ തന്നെ പോയി കാണുന്ന അങ്ങനെ പോയി കാണും. ഞാൻ അങ്ങനെയാണ് കറക്റ്റായിട്ട് നോക്കുന്നത്. അങ്ങനെ തന്നെയാണ് ജെനുവിൻ ഓഡിയൻസും അങ്ങനെയാണ് നോക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ശരികളെ തെരഞ്ഞെടുക്കാനും അവനവൻ തീരുമാനിക്കുക എന്നുള്ളതേ പറയാനുള്ളൂ. ഈ ഒരു കാര്യത്തിൽ നല്ല എല്ലാ കാര്യങ്ങളിലും അങ്ങനെ മാറ്റം ഉണ്ടാവുള്ളൂ. അതിന് സിനിമകൾ മാത്രം ഒരു മാധ്യമമാക്കി എടുക്കുക എന്നുള്ളതൊന്നും. ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും കണ്ടും കേട്ടും അവനവൻ തന്നെയാണ് അങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കേണ്ടത്, മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പൊന്മാൻ തിയേറ്ററുകളിലെത്തി. എല്ലാവരും നല്ല അഭിപ്രായമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ ആരെങ്കിലും സിനിമ കണ്ടോ? എല്ലാവരും കണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ. അപ്പോൾ പൊന്മാൻ നല്ല രീതിയിൽ അഭിപ്രായം വരുന്നുണ്ട്. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമ കൂടിയാണെന്ന് തോന്നുന്നു. പറയുന്ന ചെറുപ്പക്കാർക്കും അതേസമയം പറയുന്ന പ്രായമുള്ളവർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കഥാ സന്ദർഭങ്ങളിലും കൂടെ കടന്നു പോകുന്ന ഒരു സിനിമയാണ്. അതിലെ സംസാരിക്കുന്ന വിഷയം വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. സ്ത്രീധനം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് വളരെ വേറൊരു പെർസ്പെക്റ്റീവിലൂടെ സംസാരിക്കുന്ന സിനിമയാണ്. ഒപ്പം അതിലെ ക്യാരക്ടർ രാജേഷ് എന്ന് പറയുന്ന ക്യാരക്ടറിന് എന്താ പറയുക, ഭയങ്കര റിലേറ്റബിലിറ്റി ഉണ്ട്. ചെറുപ്പക്കാർക്കിടയിലൊക്കെ അജേഷ് എന്ന് പറയുന്ന ഒരു ഫൈറ്റർ എത്ര മോശം അവസ്ഥയിലാണെങ്കിൽ പോലും ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്ന് പറയണം. ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല ശശിയെ എന്ന് പറയുന്ന പോലത്തെ സിറ്റുവേഷനിൽ നിന്ന് പോലും ഈ പറയുന്ന മനക്കട്ടിയോടെ കോൺഫിഡൻസ് ആണെല്ലാം. പോരാട്ടമാണ് ലൈഫ്. ആ പോരാട്ടത്തിൽ അലക്സാണ്ടർ ചക്രവർത്തിയാണ് അജേഷ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അവൻ്റെ ഒരു ഫൈറ്റും അവൻ്റെ ഒരു സർവൈവലും അവൻ്റെ ഒരു വിജയവും ചിലപ്പോൾ സിനിമ കാണുന്ന പ്രേക്ഷകൻ്റെയും കൂടെ ഒരു വിജയമായിട്ട് തോന്നുമായിരിക്കും. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ആർക്കും അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കാം. ഇതിൽ പൊന്നാണ് അതിലെ വിഷയം. പൊന്നു മാറ്റി അവിടെ വേറെന്ത് വെച്ചാലും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എല്ലാവർക്കും ജീവിതത്തിൽ ഫേസ് ചെയ്യപ്പെടാറുള്ള സാഹചര്യങ്ങളിലൂടെ സഞ്ചരിക്കുന്ന അജേഷാണ്. അപ്പോൾ ആ രീതിയിൽ അജേഷ് ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും. ആ ക്യാരക്ടറിനെ കുറിച്ചാണ് കുറേ പേര് സംസാരിക്കുന്നുണ്ട്. വിളിക്കുന്നവരൊക്കെ അതിനെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്ക് തരുന്നത്. അജേഷ് ഭയങ്കരമായിട്ട് അവരെ ഇൻസ്പയർ ചെയ്തു, കണ്ണു നിറയിച്ചു. അവസാനം അജേഷിന് വേണ്ടി കൈയടിക്കാൻ തോന്നി എന്നുള്ള അത് തന്നെയാണ് ഈ സിനിമയുടെ വിജയം. അപ്പോൾ സ്ത്രീധനം എന്ന് പറയുന്ന വിഷയം എപ്പോഴും നമ്മൾ സ്ത്രീകളുടെ കണ്ണുകളിൽ കൂടെയാണ് നമ്മൾ ആലോചിക്കാറ്. അതിനുവേണ്ടി സഹനം അനുഭവിക്കുന്ന ഒരു സ്ത്രീ, അവളുടെ കഷ്ടപ്പാടുകളും അവളുടെ കണ്ണുനീരും എന്നൊക്കെ പറയുന്ന പോലെയൊക്കെ ആയിരിക്കും. ആ ഒരു വിക്ടിമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പൊതുവെ സ്ത്രീധനം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ആദ്യം ആലോചിക്കുക. പക്ഷെ അങ്ങനെ അല്ലാതെ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതി എങ്ങനെ ആണുങ്ങളിലും കൂടെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നു എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വിടുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ആ പെൺകുട്ടിയുടെ ആങ്ങളെയും അച്ഛനും അമ്മയും മറ്റ് റിലേറ്റീവ്സും ആ പെൺകുട്ടി ഉൾപ്പെടെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കഷ്ടപ്പാട്, അതൊരു വലിയ ബേർഡനാണ്. ഇവരെല്ലാവരും ആ ഒരു വ്യവസ്ഥയുടെ വിക്ടിംസാണ്. എല്ലാവരെയും എന്താ പറയുക, പേടിയോടെ നോക്കിക്കാണുന്ന ഒരു സാഹചര്യമാണ് ഒരു കല്യാണം എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടിയുടെ കല്യാണം എന്ന് പറയുന്നത്. അതൊരു ബാധ്യതയായി മാറുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സ്ത്രീധനം എന്ന് പറയുന്ന സമ്പ്രദായത്തിലൂടെ. അപ്പോൾ ആണുങ്ങൾക്കും അങ്ങനെ ഒരു സിസ്റ്റം വ്യക്തിമായ കുറേ ആണുങ്ങളുടെയും ഒക്കെ കാഴ്ചപ്പാടിലൂടെ സ്ത്രീ അവിടെ സെക്കൻഡറി മാത്രമാണ് ഈ ഒരു സിനിമയിലെ നരേറ്റീവിൽ. ആണുങ്ങളാണ് ഇതിൻ്റെ അകത്ത് പ്രശ്നം ബാധിക്കപ്പെട്ടിരിക്കുന്നത്. ഈവൻ എൻ്റെ ക്യാരക്ടർ മാത്രമല്ല, സജിന് അഭിനയിച്ചിരിക്കുന്ന മരിയാനോ എന്ന ക്യാരക്ടർ പോലും ആ ഒരു സിസ്റ്റത്തിൻ്റെ വിക്റ്റിമായിട്ടാണ് ഇതിൽ പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു കൃത്യമായിട്ടൊരു നായകൻ വില്ലൻ എന്നുള്ള സങ്കല്പങ്ങൾക്കപ്പുറം ഈ സിനിമ കുറേ വിക്റ്റിംസിൻ്റെ കഥയാണ്. ഇവൻച്വലി നമ്മൾ തീരുമാനിക്കുന്നു ഇയാളാണ് നായകൻ, ഇയാളാണ് വില്ലൻ, ഇവരൊക്കെയാണ് ഈ സിനിമയിലെ എന്തൊക്കെയാണ് കഥാപാത്രങ്ങളിൽ നിന്ന് നമ്മൾ തന്നെ സിനിമ കണ്ടിട്ട് തീരുമാനിക്കുന്ന ഒരു പൊസിഷനിലേക്കാണ് അതിൻ്റെ എഴുത്തും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ ജ്യോതിഷേട്ടൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. നമുക്കറിയാം കുമ്പളങ്ങി നൈറ്റ്സും ബ്രഹ്മയോഗവും ഒക്കെ ചെയ്ത
സംവിധായകൻ എന്നുള്ള നിലയിൽ, ആർട്ട് ഡയറക്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരുപാട് പേരെടുത്തിട്ടുള്ള അവാർഡുകളൊക്കെ നേടിയിട്ടുള്ള കലാസംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭം എന്ന നിലയിൽ GR ഇന്ദുഗോപൻ സാറിൻ്റെ 4-5 ചെറുപ്പക്കാർ എന്ന് പറയുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു നോവൽ, ആ നോവൽ വായിച്ചിട്ടുള്ളവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഈ സിനിമ കാണാൻ. സിനിമയിൽ അവർ കണ്ട കഥാപാത്രങ്ങളും കഥാമുഹൂർത്തങ്ങളൊക്കെ എങ്ങനെ സിനിമയിലേക്ക് എത്തുന്നു എന്നുള്ള ആവേശം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഫീഡ്ബാക്സ് പറയുന്നത് അവരാരും നിരാശപ്പെട്ടില്ല. ബുക്ക് കണ്ട അതേ എക്സൈറ്റ്മെൻറ്റോ അല്ലെങ്കിൽ അതിന് മേലെയോ തന്നെ സിനിമയിലും വന്നിട്ടുണ്ട്. ആരും അതിൽ നിന്ന് താഴോട്ട് പോയിട്ടില്ല എന്നുള്ള നിലയിൽ തന്നെയാണ് എല്ലാവരുടെയും ഫീഡ്ബാക്സ്. അപ്പോൾ അതും ഒരു സിനിമ എന്നുള്ള നിലയിൽ ഇതിൻ്റെ വിജയമാണ്. അതിൻ്റെ ക്രെഡിറ്റ് ഇതിൻ്റെ തിരക്കഥ എഴുതിയ ഇന്ദുഗോപൻ ചേട്ടനും ജസ്റ്റിൻ മാത്യു, മിന്നൽ മുരളിയുടെ കോറൈറ്ററാണ്, ജസ്റ്റിനും അവകാശപ്പെട്ടതാണ്. അപ്പോൾ അവരുടെയും ഒരു വലിയ സക്സസ് ആണ്. ഇതിലെ പ്രത്യേകിച്ച് ഇതിലെ ഡയലോഗ്സ്, ഇതിലെ ഓരോ ഡയലോഗ്സും ആൾക്കാർ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഈ പറയുന്ന ആജേഷാണ് ആജേഷ് എന്ന് പറയുന്ന ഡയലോഗും, ജീവിതം ഒരു പോരാട്ടമാണ്, കിട്ടുന്ന സാഹചര്യത്തിലെല്ലാം നമ്മൾ എൻജോയ് ചെയ്യണം, അല്ലാത്ത സിറ്റുവേഷനിലെല്ലാം നമ്മൾ ഫൈറ്റ് ചെയ്യണം. ആ പോരാട്ടത്തിൽ അലക്സാണ്ടർ ചക്രവർത്തിയാണ് അജേഷ് എന്ന് പറയുന്ന ഡയലോഗും, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന സുഹൃത്തിൻ്റെ അടുത്ത് നിന്നെ പോലെയുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്താൽ വിട്ടുകൊടുക്കാതെ ഫൈറ്റ് ചെയ്യുന്ന എന്നെ പോലെയുള്ളവരെ അല്ലടാ അത് ബാധിക്കുന്നത് എന്ന് ചോദിക്കുന്ന അജേഷ് ഒക്കെ ഒരുപാട് ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷനാണ്. ജീവിതം പെട്ടെന്നൊരു ഡെഡ് എൻഡിലെത്തുമ്പോൾ ജീവിതം ഉപേക്ഷിക്കുക എന്ന് പറയുന്ന തോന്നലൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സ് നമ്മുടെ ചുറ്റുമുണ്ട്. അവർക്കൊക്കെ ഒരു പക്ഷേ ആ സീനൊക്കെ ചിലപ്പോൾ ഒരുപാട് റിലേറ്റബിൾ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കാം അജേഷിൻ്റെ ഒരു കോൺഫിഡൻസും ആറ്റിറ്റ്യൂഡും. അപ്പോൾ ഓവറോൾ എല്ലാ ടെക്നീഷ്യൻസിൻ്റെയും, ഇപ്പോൾ ഞാൻ ഇവരുടെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, പൊതുവെ അങ്ങനെയാണ്, ഞാനെല്ലാം പറയും, പിന്നെ ഇവർക്കൊന്നും പറയാനുണ്ടാവില്ല, അതുകൊണ്ട് ഇവർ പറഞ്ഞോട്ടെ. എൻ്റെ ക്യാരക്ടർ അജേഷാണ്. ബാക്കി നിങ്ങളുടെ ജോലി എളുപ്പമാക്കിയല്ലേ, നന്ദി പറയൂ. അപ്പോൾ ബാക്കി ടെക്നീഷ്യൻസ് സാനു ജോൺ വർഗീസ്, അദ്ദേഹം വിശ്വരൂപം പോലെ വലിയ സിനിമകളുടെ ക്യാമറാമാനാണ്. ബദായി ഹോ എന്നൊക്കെ പറയുന്ന ഒരുപാട് ഹിന്ദി, തെലുങ്ക് സിനിമകളുടെയൊക്കെ ക്യാമറാമാനാണ്. അദ്ദേഹത്തിൻ്റെ മലയാളത്തിൽ അദ്ദേഹം ആർക്കറിയാം എന്ന് പറയുന്ന സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുമുണ്ട്. അദ്ദേഹമാണ് ഇതിൻ്റെ ക്യാമറ. അദ്ദേഹത്തിൻ്റെ സിനിമാറ്റോഗ്രാഫിയെക്കുറിച്ചും കൊല്ലം എന്ന് പറയുന്ന സെറ്റിങ്ങിനെ മനോഹരമായിട്ട് ഒപ്പിയെടുത്തു എന്നുള്ളത് സാനു ചേട്ടനെ കുറിച്ചും നല്ല റെസ്പോൺസസ് ആണ്. മ്യൂസിക് എടുത്തു പറയേണ്ടതാണ്. ജസ്റ്റിൻ വർഗീസിൻ്റെ മ്യൂസിക്, പാട്ടുകളൊക്കെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് പോപ്പുലറായി വരുന്നു. ഇതിലെ മ്യൂസിക് എല്ലാ മുഹൂർത്തങ്ങളെ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യാനും അതിലെ ഹൈ മൊമെൻറ്റ്സിനെയൊക്കെ നന്നായിട്ട് എലിവേറ്റ് ചെയ്യാനും ഇമോഷണൽ രംഗങ്ങളെയൊക്കെ മനോഹരമായിട്ട് ചിത്രീകരിക്കാനൊക്കെ എലിവേറ്റ് ചെയ്യാനൊക്കെ ജസ്റ്റിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റിൻ്റെയും വൺ ഓഫ് ദ ബെസ്റ്റ് വർക്കുകളായിട്ടാണ് ആൾക്കാർ സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു നല്ല സെറ്റ് ഓഫ് ടെക്നീഷ്യൻസിൻ്റെയും ഒരുപാട് നല്ല ആക്ടേഴ്സിൻ്റെയും ഒക്കെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് ഇപ്പോൾ സിനിമ വന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ റെസ്പോൺസസ്. തീർച്ചയായിട്ടും എല്ലാവരും കാണാൻ അത്രയും കോൺഫിഡൻസോടെ ഞങ്ങൾ പറയുകയാണ്, ഇതൊരു നല്ല സിനിമയായിരിക്കും. ഇനി കാണാത്തവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആരെയും നിരാശപ്പെടുത്താത്ത നല്ലൊരു സിനിമയായിരിക്കും. പറഞ്ഞു ആ എനിക്ക് കൈമാറുന്ന കാര്യമില്ല, ഞാൻ കൈമാറാനാണോ? അല്ല, ശരിക്കും ഈ കല്യാണ പിരിവ് എന്ന് പറഞ്ഞ പരിപാടി എല്ലാ നാട്ടിലും ഉണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലും കണ്ണൂരുണ്ട്. അതായത് വീട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ ആദ്യം 100 രൂപയായിരുന്നു കുറെ വർഷങ്ങൾക്ക് മുന്നേ, ഒരു ചെറിയ കവറിലിട്ടിട്ട് പേര് എഴുതിയിട്ട് കൊടുക്കും. അപ്പം അതിന്റെ ഒരു ഭയങ്കര ഹെവി വേർഷനാണ് കൊല്ലത്ത് നടക്കുന്നത് എന്നുള്ളത് എനിക്ക് ഈ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായി. ഈ സിനിമയിൽ അഭിനയിച്ചപ്പോഴാണ് മനസ്സിലായത്. പണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പൊ 500 ഇപ്പൊ എത്രയാണെന്ന് അറിയില്ല. ഞാൻ കല്യാണത്തിന് പൈസ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അതായത് കാർഡിന്റെ അടിയിൽ എഴുതുമല്ലോ, ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ ആയപ്പോ പൈസ വാങ്ങിക്കുന്നുണ്ട്. ഞാൻ എഴുതിയിട്ടുണ്ട് വേണ്ടാതെ. അപ്പൊ പൈസ വാങ്ങിക്കണ്ടാണ് ചെയ്തത്. ഒരു കൈയിരിക്കണ ആരെങ്കിലും അല്ല സീരിയസ് ആയിട്ട് പറഞ്ഞ കാരണം എന്താ വെച്ചാൽ നമ്മള് ഈ കല്യാണത്തിന് തലേ ദിവസം അല്ലെങ്കിൽ കല്യാണത്തിന് അന്ന് ഈ രാത്രിയൊക്കെ ഒരാൾ ഇരിക്കും ഇത് എഴുതി വെക്കാൻ വേണ്ടിട്ട്. എഴുതി വെച്ചിട്ട് അത് എത്രയാണ് ഒരു ബുക്കിൽ ഒരു എനിക്ക് തോന്നുന്നു 500 പേജിലെ ബുക്ക് നിറച്ചും ചിലപ്പോൾ ഉണ്ടാവും. അത്രയും പൈസ കിട്ടുന്നുണ്ടാവുമായിരിക്കും. അത് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അത്രയും വാങ്ങിച്ചതിന് നേരിട്ട് തിരിച്ചു കൊടുക്കണം എന്നുള്ളത് ഈ സിനിമയില് ഭയങ്കര വ്യക്തമായിട്ട് കാണിക്കണം. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ല. നാട്ടില് ശരിക്കും പറഞ്ഞാൽ ഒരു മര്യാദയുടെ പുറത്ത് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. എന്റെ വീട്ടിൽ ഇപ്പൊ കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുന്നില്ല. ഞാൻ കൊടുക്കാറില്ല, വാങ്ങിക്കാറില്ല. അപ്പോ അതും നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ഈ ശരിക്കും ഈ അജേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ
എല്ലാവരുടെയും ഉള്ളിൽ അജേഷ് ഉണ്ട്. കാരണം ശരിക്കും പറഞ്ഞാൽ ബേസിൽ ശരിക്കും ഒരു അജേഷാണ്. കാരണം IT-യിൽ ജോലി ചെയ്തിട്ട് സിനിമയിലെത്താൻ ഒരു മാർഗവും ഇല്ലാണ്ട് ഷോർട്ട് ഫിലിം ചെയ്ത് സിനിമയിലെത്തി, സിനിമ ഡയറക്ട് ചെയ്തു, അഭിനയിച്ചു. ഇപ്പൊ ഞാനും ആനന്ദും പണ്ട് മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞ പരിപാടിക്ക് ഞാൻ ആനന്ദിന്റെ വീട്ടിലാണ് താമസിച്ചത്. ഞങ്ങള് മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടറിൽ TV-യിൽ കാണിക്കുന്ന എപ്പിസോഡിൽ പോലും എത്തിയിട്ടില്ല. അതിന്റെ ഓഡീഷന് പോയി. എറണാകുളത്തായിരുന്നു ഫസ്റ്റ് ഓഡീഷൻ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് ഓഡീഷൻ കഴിഞ്ഞിട്ട് അന്ന് സെലക്ട് ആയിട്ടില്ല. അന്ന് രാത്രി ഞാൻ ഇവന്റെ വീട്ടിലാണ് താമസിച്ചത്. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. അന്ന് 2000 എപ്പോഴോ. അപ്പൊ അതിന്നൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ട് സിനിമയിലെത്തി. ഇപ്പൊ നമ്മളെ കണ്ടുമുട്ടി. ഇപ്പൊ ഞാനാണെങ്കിലും ഞാൻ കണ്ണൂരിൽ നിന്ന് വന്ന് സിനിമയിൽ എത്താൻ പറ്റി. കുറച്ചുപേരെങ്കിലും തിരിച്ചറിയുന്നു, നല്ല ക്യാരക്ടേഴ്സ് കിട്ടുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഒക്കെ ഉള്ളിലുള്ള അജേഷാണ്. അപ്പൊ ഈ സിനിമയിൽ അത് വ്യക്തമായിട്ട് അജേഷ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. അജേഷ് എന്ന് പറഞ്ഞു ദീപക് എന്ന് പറയാനുള്ള എല്ലാവരുടെ ഉള്ളിലുണ്ട് അജേഷ്. ഉറപ്പായിട്ടും നിങ്ങളുടെ ഉള്ളിലും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നില്ലേ? ഇല്ലേ? പോരാളി. അത് തന്നെ. ഇത് നേരത്തെ അലക്സാണ്ടർ എന്ന് പറഞ്ഞിട്ടില്ലേ? അത് തന്നെ, പോരാളി. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ ഈ ഒരു ക്യാരക്ടർ കിട്ടിയത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഈ സിനിമയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ സിനിമയിൽ എല്ലാവർക്കും ഒരു ഒരു ബ്ലാക്കും അല്ല വൈറ്റും അല്ലാത്തൊരു ഷെയ്ഡ്സ് ആണുള്ളത്. എക്സെപ്റ്റ് ഈ മാർക്കണ്ഡേയ ശർമ്മ ഭയങ്കര നല്ല മനുഷ്യനായിട്ടാണ് എനിക്ക് ഈ കഥ വായിച്ചപ്പോഴും സിനിമ കണ്ടപ്പോഴും തോന്നിയിട്ടുള്ളത്. അത് ജീവിതത്തിൽ ശർമ്മ മാത്രമാണ് തന്നെ ബാധിക്കാത്ത പ്രശ്നത്തിൽ സഹായിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുന്നത്. അതിൽ പെട്ടുപോകുന്ന ഒരാളായിട്ടാണ് ശർമ്മയെ കാണിക്കുന്നത്. അപ്പൊ ആ ക്യാരക്ടർ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സാണ്. എല്ലാ ക്യാരക്ടേഴ്സും തുടങ്ങിയെടുത്തല്ല നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ജേർണി എല്ലാ ക്യാരക്ടേഴ്സിനും ഈ സിനിമയിലുണ്ട്. അത് എഴുത്തിൻ്റെയും കൂടെ ഗുണമാണ്. അത് ആ നോവലിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ ഒരു ഡെപ്തോടുകൂടി ആ ഒരു ഇൻറ്റൻസ് ആയിട്ട് നമുക്ക് സിനിമയിൽ കാണിക്കാൻ കഴിഞ്ഞു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എൻ്റെ ഇതുവരെയുള്ള ചെറിയൊരു കരിയറിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഏറ്റവും ഗ്രാഫുള്ള ക്യാരക്ടറുമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഒരു ക്യാരക്ടർ എനിക്ക് തരാൻ ധൈര്യം കാണിച്ച ജോയിഷേട്ടനും അതിന് കാരണമായ ബേസിൽ ബ്രോയ്ക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ സിനിമ കണ്ടവർക്കറിയാം ഈ ഒരു സിനിമ ഭയങ്കര കുറേ കാലത്തിന് ശേഷം മലയാള സിനിമയിൽ ഭയങ്കര നല്ലൊരു റൈറ്റിങ്ങും കുറേ ഡയലോഗ്സും ഒക്കെ ഉള്ള ഒരു പ്രത്യേകതരം രീതിയിലുള്ള ഡയലോഗ്സ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. അപ്പോൾ അതിങ്ങനെ തന്നെ സിനിമയെ കാണിച്ച് ചിലപ്പം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അംഗീകരിക്കപ്പെടുമെന്ന് നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാവരും ആൾക്കാർ ഏറ്റെടുത്തു. ഡയലോഗുകളെ പറ്റി എല്ലാവരും സംസാരിക്കുന്നുണ്ട്. കുറെ കാലത്തിന് ശേഷമാണ് സിനിമ കണ്ട എല്ലാവരും റിവ്യൂസ് ഇടുമ്പോൾ എല്ലാ ക്യാരക്ടേഴ്സിന്റെ പേരുകൾ ഇങ്ങനെ എഴുതി കാണുന്നത്. അപ്പൊ അത്രത്തോളം കഥാപാത്രങ്ങളുടെ പേരും ആ ഡയലോഗ്സ് എല്ലാം ആൾക്കാരുടെ മനസ്സിൽ പതിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അത് ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെയുള്ള സിനിമയൊക്കെ സംഭവിക്കും. അതിലും നമുക്ക് ഒക്കെ ഒരു പാർട്ടാവാൻ കഴിയുന്നതും വല്ലപ്പോഴുമാണ്. അപ്പോൾ ഭയങ്കര സന്തോഷം. എല്ലാവർക്കും സിനിമയാണ് വൺ മാൻ. അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഈ പടത്തിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ. ഒരു കൊല്ലത്ത് നടന്ന ഒരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാണ് GR ഇന്ദുവൻ ചേട്ടൻ 4 ചെറുപ്പക്കാരുടെ നോവൽ എഴുതുന്നത്. അതിനെ ആസ്പദമാക്കിയിട്ടാണ് ജ്യോതിഷ് ചേട്ടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ പൊന്മ. അപ്പൊ അത് ഒരു നോവല് സിനിമയാക്കുന്നത് ചിലപ്പോൾ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതിന്റെ ഒരു ഭാഗമാകാൻ പറ്റി നല്ല രീതിയിൽ അഭിപ്രായം കേൾക്കുന്നു. അതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ പടത്തിൽ എല്ലാവർക്കും നല്ല രീതിയിൽ അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. എല്ലാവരും കണക്ട് ആവും. ഈ പറഞ്ഞ അമ്മമാർക്കും പെങ്ങന്മാർക്കും സ്ത്രീകൾക്കൊക്കെ ഭയങ്കര രീതിയിൽ കണക്ട് ആവുന്ന, ഫാമിലി ഓഡിയൻസിന് എല്ലാ രീതിയിലും ഇമോഷണലായിട്ടും കണക്ട് ആവുന്ന ഒരു സിനിമയാണ്. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം എല്ലാവരും കാണണം. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വളരെ സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ പൊന്മാൻ്റെ കഥ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ 4 ചെറുപ്പക്കാരെന്ന് പറഞ്ഞ നോവൽ അതിനുശേഷം വായിക്കുമ്പോഴോ ഉണ്ടായിരുന്ന അതേ എക്സൈറ്റ്മെൻറ്റോട് കൂടി തന്നെയാണ് ഇപ്പോൾ സിനിമ റിലീസായിട്ടും ഇവിടെ പ്രസ് മീറ്റിന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോഴും എനിക്ക് അതേ എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ്. സിനിമ അത്രയും നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പ്രിവ്യൂ കണ്ടപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നിങ്ങളോട് എല്ലാവരോടും അത് തന്നെയാണ് പറയാനുള്ളത്. സിനിമ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും കണക്ട് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. വളരെ കുറേ കാലത്തിന് ശേഷം നല്ല ലൈഫുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് പൊന്മാൻ തോന്നിയിട്ടുള്ളത്.
ഇപ്പോൾ ഇവരെല്ലാവരും സംസാരിച്ച പോലെ ഇത് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും എല്ലാവർക്കും പല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഇത് പൊന്ന് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഫാമിലീസിന്. ഇപ്പോൾ അവർക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കാൻ പറ്റും, ചിന്തിക്കാൻ പറ്റും ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യത്തെപ്പറ്റി. ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ ഫാമിലീസിലും ഇതിനെപ്പറ്റി ഒരു ചർച്ച ഉണ്ടാവും, അല്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു ഡിസ്കഷൻ ഉണ്ടാവും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ വിജയം എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സിനിമ കണ്ടതിന് ശേഷം ഈ 4-5 ചെറുപ്പക്കാരെന്ന് പറഞ്ഞ നോവല് പിന്നെ വായിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഫേസ് ആയിരിക്കും അവർക്ക് കിട്ടുന്നതെന്ന് വിചാരിക്കുന്നു. അതും ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നുന്നു. ശരിയല്ലേ? പുതിയ പതിപ്പിന്റെ കവറിൽ ബേസിൽ ബ്രോയുടെ ഫോട്ടോ ആണല്ലോ. സൈഡിൽ ഞങ്ങളുടെ ഇവിടെ വെക്കായിരുന്നു. റെഫറൻസ് അവിടെ ഉള്ള സിനിമ റാംപൂർ ഷാപ്പ് ചെയ്ത ഡയറക്ടർ തൃശ്ശൂരുകാരനാണ്, അതിന്റെ കുറുവ് എല്ലാം തൃശ്ശൂരുകാരാണ്. അപ്പോൾ അവര് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻപുട്സ് വരും, എന്തൊക്കെ എങ്ങനെയൊക്കെ പഠിക്കുന്നു വരും. ഈ സിനിമ ചെയ്തിരിക്കുന്ന എല്ലാവരും കൊല്ലംകാരാണ്. ഇതിന്റെ ഡയറക്ടർ കൊല്ലംകാരനാണ്, ഇതിന്റെ റൈറ്റർ കൊല്ലംകാരനാണ്, ഈ ഇരിക്കുന്ന ആൾക്കാരല്ലാതെ ഒട്ടുമിക്ക എല്ലാവരും കൊല്ലംകാരാണ്, ടെക്നീഷ്യൻസ് ഒക്കെ. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ആ സിനിമയിലുണ്ടാവും. അപ്പൊ ആ സിനിമയുടെ ഒരു സ്വഭാവം കൂടെ നമ്മൾ അതിൻ്റെ അകത്ത് ആക്സെന്റ് സ്ലാങ്ങിലൊക്കെ എടുക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ എന്നാലും ഞാൻ ഉപയോഗിച്ചത് ഭയങ്കര കൃത്യ കൊല്ലമാണോ എന്ന് എനിക്ക് അറിയില്ല. അത് കൊല്ലംകാരെ തന്നെ പറയണോ, അത് കറക്റ്റ് കൊല്ലമായിരുന്നു എനിക്ക് അറിയില്ല. ഒരു എനിക്ക് നല്ല അഭിപ്രായമാണ്. നല്ലൊരു ആളാണ് ബ്രൂണോ. അതെ, ബ്രൂണോ ഈ പറയുന്ന പോലെ നമുക്കൊക്കെ എവിടെയോ കണ്ട് പരിചയമുള്ള ഒരാൾ തന്നെയാണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ ഒന്നും ചെയ്യാതെ നടക്കുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ എല്ലായിടത്തും. അങ്ങനെ ഒരു കഥാപാത്രം, ഒരു ആങ്ങള, ഒരു അനിയൻ, ഒരു ഉണ്ടാവും. അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് അടിയുറച്ച് വിശ്വസിക്കുന്ന എന്തെങ്കിലും ഒരു സാധനത്തിന്റെ ഒരു പിൻബലം വേണം. അങ്ങനെ ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ച് അതിന്റെ എന്തൊക്കെയോ ആവാൻ ശ്രമിക്കുന്ന ഒരാളാണ് ബ്രൂണോ എന്നാണ് തോന്നുന്നത്. ഉറപ്പായിട്ടും കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ബ്രൂണോ ഈ പറയുന്ന പോലെ എന്റെ അമ്മ ഇന്നലെ സിനിമ കണ്ടിട്ട് എന്റെ അടുത്ത് പറഞ്ഞത്, നീ വീട്ടിൽ നമ്മളെ ട്രിവാൻഡ്രമാണ്, നീ വീട്ടിൽ കിടന്ന് പൊടിക്കും പോലെ തന്നെ ഇവിടെ കിടന്ന് ഇതിന്റെ അകത്ത് കിടന്ന് ദേഷ്യപ്പെടുന്ന സാധനം കണ്ടിട്ട് നീ വീട്ടിൽ കിടന്ന് ബഹളം വയ്ക്കും പോലെ തന്നെ ഇതിന്റെ അകത്ത് ബഹളം വയ്ക്കുന്നതൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ കണക്ട് ആവുമായിരിക്കും. പിന്നെ ഈ ബ്രൂണോയെ സംബന്ധിച്ച് ബ്രൂണോ തുടങ്ങിയെടുത്തല്ല ഈ പറയുന്ന അവസാനം നിൽക്കുന്നത് എന്നുള്ളൊരു ഫാക്ട് ഉണ്ട്. പുള്ളി എന്താണ് ജീവിതം എന്നുള്ള റിയാലിറ്റിയിൽ ഗ്രൗണ്ട് ബേസിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇത് വായിക്കുമ്പോഴും നമുക്ക് അത് കിട്ടിയ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ആ ഫീല് കൊണ്ടുവരാൻ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്, നമ്മൾ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. ബാക്കി സ്കില്ല് കണ്ടിട്ട് പറയാം. ഇതിൽ ഞാൻ മരിയാനോട് അറിയുന്നുണ്ട്, രാജേഷിന്റെ അളിയനുണ്ട്. രണ്ടിലും ഈ പറയുന്ന പോലെ പ്രതിനായക സ്ഥാനത്ത് ഇരിക്കുന്ന ആളുടെ അളിയനാവാനുള്ള ഭാഗ്യം, ഒരു അപൂർവ ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. രണ്ടും നല്ല അളിയന്മാരാണ്. അത് സിനിമ കണ്ടവർക്ക് അറിയാലോ, നല്ല തങ്കപ്പെട്ട അളിയന്മാർ രണ്ടുപേരും. എനിക്കൊന്നും പറയില്ല, അവർക്ക് പറഞ്ഞ കണക്ട് ആവുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവരങ്ങനെ പറഞ്ഞത്. ബാക്കിയുള്ള റിവ്യൂസ് ഒക്കെ അത്യാവശ്യം പോസിറ്റീവാണ്. മൗത്ത് പബ്ലിസിറ്റി ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്ന നല്ല സിനിമയാണെങ്കിൽ ആളുകൾ പോയി കാണുന്നുള്ളത് തന്നെയാണ്. ഞാൻ പടം കാണുന്നത് ഇപ്പോൾ ഒരു പടം ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ റിവ്യൂ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ അടുത്ത സുഹൃത്തുക്കളുടെ അടുത്ത് ചോദിക്കും ജെനുവിനായിട്ട്, എടാ പടം അങ്ങനെ ഉണ്ടല്ലേ, അവർ ഒരു എളിയ നല്ല പടമാണ്, അല്ലെങ്കിൽ ഒരു ആവറേജ് കാണാനൊന്നും അളിയ OTT കണ്ടാൽ മതി. അപ്പോൾ തിയേറ്ററിൽ തന്നെ പോയി കാണുന്ന അങ്ങനെ പോയി കാണും. ഞാൻ അങ്ങനെയാണ് കറക്റ്റായിട്ട് നോക്കുന്നത്. അങ്ങനെ തന്നെയാണ് ജെനുവിൻ ഓഡിയൻസും അങ്ങനെയാണ് നോക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ യൂട്യൂബറിന്റെ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ചിലപ്പോൾ സിനിമ കണക്ട് ആയിട്ടുണ്ടാവില്ല. അവർ ചിലപ്പോൾ ഒരു മലബാർ ഏരിയ ഇങ്ങനത്തെ ഒരു സിസ്റ്റം മനസ്സിലാക്കാത്ത ഒരാളായിരിക്കും, ഒരു കൊല്ലത്തിന്റെ കൾച്ചർ അറിയാത്ത ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ അവര് ദൗറി മേടിച്ചിട്ടായിരിക്കും കല്യാണം കഴിച്ചേക്കുന്നത്, അതുകൊണ്ട് ചിലപ്പോൾ കൊണ്ടിട്ടുണ്ടാവാം. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നു. ചിലപ്പോൾ കണക്ട് ആയിട്ടുണ്ടാവില്ല, അതുകൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞാൻ എങ്ങനെ രീതിയിൽ സിനിമയെ മോശമായിട്ട് പറഞ്ഞത് നല്ല സിനിമയാണെങ്കിൽ ആൾക്കാർ കാണും, അത്രേ എനിക്ക് പറയാനുള്ളൂ. ദീപക്കിന് എന്താ തോന്നുന്നത്? ദീപക്ക് ഇതുപോലെ നിരൂപകനെ പറഞ്ഞപ്പോ ആഷിഖ് കോക്കിനെതിരെ സംസാരിച്ചപ്പോൾ ഇത്തരം ഒരു ഇല്ലില്ല, അത് ഞാൻ പറഞ്ഞത് സിനിമ ഇറങ്ങിയത് എല്ലാവർക്കും അവരവൻ ചെയ്ത കാര്യം ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായിരിക്കും. പുള്ളി
ചെയ്ത പുള്ളിയുടെ വീഡിയോ പുള്ളിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവാം. അപ്പം അഭിപ്രായങ്ങൾ പറയുന്നതിന് പ്രശ്നമൊന്നും ഞാൻ അന്നും പറഞ്ഞിട്ടില്ല, ഇന്നും പറഞ്ഞിട്ടില്ല. പടം കണ്ടിട്ട് പിന്നെ ഒരുപാട് ഫസ്റ്റ് ഡേ തന്നെ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കുമ്പം ചെറിയ സിനിമകൾ ചിലപ്പം രക്ഷപ്പെടാതെ പോകും, അല്ലെങ്കിൽ ആൾക്കാർ കാണാതെ പോകും. ചിലപ്പോൾ എല്ലാവർക്കും ഒരേപോലെ സിനിമ കണക്ട് ആവണമെന്നില്ല, കണക്ട് ആവുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ തിയേറ്ററിൽ കാണാതെ OTT-ൽ കണ്ടിട്ട് നല്ല സിനിമയായിരുന്നു എന്ന് പറഞ്ഞതിനേക്കാളും നല്ലത് തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട്, അത് അവരവരുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം സിനിമാ നിരൂപണം എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു സങ്കല്പം അതൊന്നും ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാവർക്കും അവരവരുടെ ചാനലുണ്ട്, അവരവർക്കുള്ള അഭിപ്രായം. ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ അടുത്ത സുഹൃത്തിനെ വിളിച്ച് ചോദിക്കും എങ്ങനെയുണ്ടാ പടം, കാണാൻ കൊള്ളാമോ ഇല്ല എങ്ങനെയുണ്ട്. അത് അവരുടെ അഭിപ്രായം കേൾക്കുന്ന പോലെ ഇപ്പൊ ആൾക്കാർ ചിലപ്പം യൂട്യൂബിലുള്ള വീഡിയോ കണ്ടിട്ട് സിനിമ കാണുന്ന ആൾക്കാരുണ്ടാവും. അതല്ലാതെ ചില ആൾക്കാർ ചിലപ്പം സിനിമ ഡയറക്റ്റ് എന്ത് സിനിമയാണെങ്കിലും കുഴപ്പമില്ലാന്ന് തോന്നി കഴിഞ്ഞാൽ ട്രെയിലർ അല്ലെങ്കിൽ ടീസർ കണ്ടിട്ട് കാണണം എന്ന് ഉള്ളിൽ ആഗ്രഹിച്ച് ട്രെയിലർ പോലും കാണാതെ സിനിമ കാണുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പൊ പിന്നെ അതൊരു ഇതിന്റെ ഭാഗമായിട്ട് അങ്ങനെ കൂടെ കൊണ്ടുപോകാന്ന് മാത്രമേ ഉള്ളൂ. സിനിമകൾ നല്ല സിനിമകളാണെങ്കിൽ തീർച്ചയായും ആൾക്കാർ കാണും, വിജയിക്കും, ചർച്ച ചെയ്യപ്പെടും. ഉറപ്പായിട്ടും നമ്മുടെ സിനിമയും അതുപോലെ സംഭവിക്കുന്നുണ്ട്, ഹിറ്റടിക്കുകയും ചെയ്യും. പിന്നെ ഇതൊക്കെ അറിയാതെ സംഭവിക്കുന്നതാ. പിന്നെ ഹിറ്റാക്കാൻ ഞാൻ തന്നെ വേണം നിർബന്ധിക്കുന്നുണ്ട് അടുത്ത് 2-3 പടത്തിൽ അഭിനയിക്കാൻ വേണ്ടിട്ട്. നോക്കട്ടെ. ഇല്ല, അങ്ങനെ സംഭവിക്കുന്നതല്ല. കാരണം ഒന്നാമത് ഇപ്പൊ ഈ സിനിമ ഞാൻ ശരിക്കും അങ്ങോട്ട് ചോദിച്ച് അഭിനയിച്ച സിനിമയാണ്. ഈ സിനിമ ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കല്യാണ സമയത്ത് കുറച്ച് സാമ്പത്തിക പ്രശ്നം, അതായത് ഈ സ്വർണം വാങ്ങിക്കാനും പരിപാടിയൊന്നുമല്ല, കല്യാണ ചെലവിലുള്ള കുറച്ച് ആവശ്യങ്ങൾക്ക് പൈസ ഇല്ല എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ എന്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സിനിമ ചെയ്യുന്ന ആൾക്കാരെ വിളിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പം വൈശാഖ് എന്ന് പറഞ്ഞൊരു സൗണ്ടിൽ വർക്ക് ചെയ്യുന്ന സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ അറിയാം. അപ്പൊ അവനെ വിളിച്ച് ഞാൻ ചോദിച്ചു ഇങ്ങനെ. അപ്പം ജോയിച്ചേട്ടന്റെ പടം ഇങ്ങനെ നടക്കുന്നത്. അപ്പൊ ജോയിച്ചേട്ടനെ വിളിച്ച് സംസാരിച്ച് അങ്ങനെയാണ് ആ സിനിമയിൽ എത്തിയത്. അതിന്റെ സ്ക്രിപ്റ്റ്, അതായത് ഞാൻ 4-5 ചെറുപ്പക്കാർ വായിച്ചിട്ടില്ല. നമ്മുടെ ആവശ്യം ചിലപ്പോൾ നമ്മുടെ നല്ല രീതിയിൽ കൊണ്ടെത്തിക്കും. ഇപ്പം സൂക്ഷ്മദർശിനി ആണെങ്കിലും അതുപോലെ വന്നതാണ്. ഇപ്പൊ MC ഇതിനായിട്ട് ഞാൻ മുന്നേ പരിചയമുള്ളതാണ്. അപ്പൊ അങ്ങനെ എത്തിച്ചേർന്ന സിനിമകളാണ്. എല്ലാ സിനിമകളും നന്നാവണമെന്നുള്ള സാഹചര്യത്തിനനുസരിച്ച് മാറി വരും. ഇനി പക്ഷെ എല്ലാം ഹിറ്റ് ആയിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ രാത്രി കൊണ്ട് അങ്ങനെ മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. അപ്പൊ ഇനിയും ഇതുപോലെ മൂവീസ് ഇറങ്ങണം എന്ന് തോന്നുന്നുണ്ടോ? സോഷ്യൽ മെസ്സേജ് ഇതിനെക്കുറിച്ച് മാത്രമാണ്. മാത്രമല്ല, എന്തായാലും അങ്ങനത്തെ സിനിമകൾ ഇറങ്ങണം. പക്ഷെ സിനിമകൾ കൊണ്ട് മാത്രം സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സിനിമകൾ മാത്രമല്ല, അതാ ഞാൻ പറഞ്ഞത്, അവനവന് ചിന്തിക്കാനുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവനവൻ തന്നെ ഓരോ കാര്യങ്ങളിലും അവനവന് ശരിയെന്ന് തോന്നുന്നു. പക്ഷെ അത് അവനവന് ശരിയെന്ന് തോന്നിയാൽ പോലും ചില കാര്യങ്ങൾ തെറ്റായിരിക്കാം. അവനവൻ എന്താണോ തോന്നുന്നത് ചിന്തിക്കാനുള്ള കഴിവുണ്ടല്ലോ എല്ലാവർക്കും. മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് തന്നെ ചിന്തിക്കാനുള്ള കഴിവ്. അപ്പോൾ ചിന്തിച്ച് ശരി എന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇപ്പൊ നമ്മൾ സ്ത്രീധനം പണ്ടൊക്കെ നോർമലൈസ് ചെയ്ത് കണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പം അതിൽ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ഇത്രയും കാലം ധരിച്ചു വെച്ചിരുന്നതായിരുന്നു ശരി എന്നുള്ളത് തന്നെ അങ്ങനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാതെ അൺലേൺ ചെയ്യാന്ന് പറയില്ലേ, അങ്ങനെ ആളുകൾ തിരുത്താനും ശരികളെ തിരഞ്ഞെടുക്കാനും അവനവൻ തീരുമാനിക്കുക എന്നുള്ളതേ പറയാനുള്ളൂ. ഈ ഒരു കാര്യത്തിൽ നല്ല എല്ലാ കാര്യങ്ങളിലും അങ്ങനെ മാറ്റം ഉണ്ടാവുള്ളൂ. അതിന് സിനിമകൾ മാത്രം ഒരു മാധ്യമമാക്കി എടുക്കുക എന്നുള്ളതൊന്നുമല്ല. ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും കണ്ടും കേട്ടും അവനവൻ തന്നെയാണ് അങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കേണ്ടത്, മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്. അതായത് ഇപ്പൊ നമ്മള് റീസെന്റ് നോക്കി തന്നെ സ്ത്രീധനത്തിന്റെ പേരിൽ ഒരുപാട് ക്രൈമുകൾ നടക്കുന്നു. സ്ത്രീകൾ വെറും കച്ചവടവൽക്കരിക്കപ്പെടുകയാണെന്ന് പലപ്പോഴും വിവാഹം എന്ന് പറയുന്നത് ഒരു കച്ചവടമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ചില സമയത്ത് നമ്മൾ ഇത്രത്തോളം നിയമം ഉണ്ടായിട്ട് കൂടി ഇങ്ങനെയൊക്കെ ക്രൈമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു മാറ്റം വരുന്നത് പൊന്മാൻ എന്ന സിനിമ ആണെങ്കിൽ ഇപ്പൊ ലിജോമോളുടെ ക്യാരക്ടർ ആണെങ്കിൽ പോലും പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, എനിക്ക് സ്റ്റെഫിക്ക് കിട്ടിയത് സ്റ്റെഫി വിട്ടു കൊടുക്കില്ല എന്നൊരു പറഞ്ഞൊരു സിനിമ. അപ്പം ഇതിനൊരു മാറ്റം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അതായത് ഇപ്പൊ എല്ലാം മാറും എന്ന് പറഞ്ഞാൽ ഒരു മാറ്റം ഇതുവരെ നടന്നിട്ടില്ല. ഇല്ല, പണ്ടുള്ള സിറ്റുവേഷനിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ ഉണ്ട്. പണ്ട് ഇത് നിർബന്ധമായിരുന്നു. ഇപ്പം സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിക്കുന്ന
ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്, അല്ലെങ്കിൽ കല്യാണം വളരെ ആർഭാടമായി നടത്തണ്ട എന്ന് തീരുമാനിക്കുന്ന യുവതലമുറ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ മാറ്റങ്ങളില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഇമ്മീഡിയറ്റ്ലി അത് കംപ്ലീറ്റ് ആയിട്ട് നിർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, അത് ആളുകൾ അവനവൻ തന്നെ തീരുമാനം എടുക്കേണ്ടത്. ഇപ്പോൾ പെൺകുട്ടികളായാലും സ്ത്രീധനം ചോദിച്ച് അല്ലെങ്കിൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് വരുന്ന ഒരാളെ കല്യാണം കഴിക്കില്ല എന്ന് ഒരു പെൺകുട്ടിക്ക് ധൈര്യത്തോടെ ഒരു തീരുമാനം എടുക്കാൻ പറ്റണം. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി ഉണ്ടാവണം. ഞാൻ സ്ത്രീധനം ചോദിക്കില്ല എന്ന് ഒരു ആൺകുട്ടി തീരുമാനം എടുക്കണം, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി ഉണ്ടാവണം. അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുള്ളൂ. അതിപ്പോൾ ഇമ്മീഡിയറ്റ്ലി എന്നല്ല, പക്ഷെ മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഭാവിയിൽ എന്തായാലും അതിൽ ഒരു നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. മുമ്പ് ഈ പറയുന്നത് പോലെ സ്ത്രീധന പീഡനം അല്ലെങ്കിൽ മരണമൊക്കെ ഉണ്ടായാലും അതിൽ കേസുകളാവുകയോ ഇത്രയും ചർച്ച ചെയ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ അതിനെ വളരെ നോർമലൈസ് ചെയ്തേ കണ്ടിട്ടുള്ളൂ. സ്ത്രീകളാണെങ്കിലും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഭർത്താവിന്റെ വീട്ടിൽ നിന്നുള്ള പീഡനങ്ങളൊക്കെ സഹിച്ചു നിന്നിട്ടേ ഉള്ളൂ. ഇപ്പോഴത്തെ പെൺകുട്ടികൾ അതിൽ നിന്ന് ഇറങ്ങി വരാൻ ധൈര്യം കാണിക്കുന്നുണ്ട്, അത് റിപ്പോർട്ട് ചെയ്യാനും പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാനൊക്കെ ധൈര്യം കാണിക്കുന്നുണ്ട്. അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായാലും അപ്പോൾ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. വിവാഹ കമ്പോളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണ് കിട്ടത്തില്ല അല്ലെങ്കിൽ ചെറുതിനെ കിട്ടില്ല എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിലെ കഥാപാത്രത്തിൽ പോലും ഇത്ര വയസ്സായി, ഇനി ആരെ കിട്ടും നോക്കുമ്പോഴാണെങ്കിൽ ഒരു കഥാപാത്രത്തിന്റെ കൂടെ പോകുന്നത്, കല്യാണം കഴിക്കുന്നതല്ല. ശരിക്കും നമ്മുടെ സൊസൈറ്റി പോലും ഇങ്ങനത്തെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം കഴിക്കുക, ആരെങ്കിലും പെണ്ണിൽ വെക്കുക അല്ലെങ്കിൽ ആരെങ്കിലും കിട്ടുക, അങ്ങനെ ഒരു മെന്റാലിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. ശരി, അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവിടെയും ഈ പറയുന്ന പോലെ നമുക്ക് പ്രഷർ ഉണ്ടായാലും നമ്മൾക്ക് തീരുമാനം എടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഫാമിലിയിലോ നാട്ടുകാരെന്ത് പറയും, എൻ്റെ മകൾക്ക് ഇത്ര വയസ്സായി അല്ലെങ്കിൽ എൻ്റെ മകൻ ഇത്ര വയസ്സായി, അവൻ കല്യാണം കഴിച്ചിട്ടില്ല, അപ്പം എത്രയും പെട്ടെന്ന് അവനൊരു കല്യാണം നടത്തണം അല്ലെങ്കിൽ അവൾക്ക് കല്യാണം നടത്തണം എന്ന് വിചാരിച്ച് അങ്ങനെ ആ പ്രഷറിനെ അവരെ ഏറ്റെടുത്ത് ഈ കുട്ടികളെ പ്രഷർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് പറയാനുള്ളത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ സ്ത്രീ ആയാലും പുരുഷനായാലും അവനവന് വേണ്ടി നിൽക്കാനും പഠിക്കണം. അതിന് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റസ് ആയിക്കോട്ടെ, നമുക്ക് സ്വന്തമായിട്ട് നിലനിൽക്കാൻ നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാം. പക്ഷെ എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. ഇപ്പം എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ് അല്ലെങ്കിൽ എല്ലാവർക്കും ജോലിയുള്ള ആൺകുട്ടികളോ പെൺകുട്ടികളോ ഒന്നും ആയിരിക്കണമെന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഫാമിലിയുടെ ആയാലും അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ആയാലും പ്രഷറിന്റെ പുറത്തൊക്കെ അങ്ങനെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കപ്പെടാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പേടിയുണ്ടാവും, ശരിയാണ് എനിക്ക് ഇത്ര വയസ്സായി, ഇനി ഒരു പെണ്ണ് കിട്ടില്ല അല്ലെങ്കിൽ ഇനി ഒരു ചെറുക്കനെ എനിക്ക് കിട്ടില്ല എന്നുള്ള പ്രഷർ വന്നേക്കാം. പക്ഷെ അതിനങ്ങനെ കുറെ ഘടകങ്ങളുണ്ട്. സോഷ്യൽ മീഡിയ വളരെ ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം വന്നൊരു ചർച്ചയിലുള്ളതാണ്. അതായത് ലാലേട്ടൻ, ഫാസിൽ, ആസിഫിക്ക അവർക്ക് ചെയ്ത പോലെ കണ്ണുകൊണ്ട് അഭിനയിക്കുക അല്ലെങ്കിൽ ഒരു ഷോട്ടിൽ തന്നെ ചെയ്യാന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ബേസിൽ ഇപ്പൊ ആ ഒരു ലെവലിലേക്ക് എത്തി, ആ ഒരു ഗ്രാഫിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ശ്രദ്ധിച്ചായിരുന്നോ? ആൾക്കാർ പറയേണ്ട കാര്യമാണല്ലോ. എന്നെ കൊണ്ട് ശ്രമിക്കുന്നതൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട്, നന്നായിട്ട് ചെയ്യാൻ തന്നെയാണല്ലോ ശ്രമിക്കുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്യാരക്ടറിന് അങ്ങനത്തെ ഒരു മുമ്പ് എഴുതിയിരിക്കുന്നതിനേക്കാളും നന്നായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അജേഷിന്റെ ക്യാരക്ടർ. അത് ബുക്ക് വായിക്കുന്നവർക്ക് പോലും, ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ അജേഷ് 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 എന്നാണ് ബുക്ക് വായിച്ചവർക്ക് പോലും ടേക്ക് അവേ, ആദ്യത്തെ ടേക്ക് അവേ എന്ന് പറയുന്നത്. അപ്പൊ അത് സിനിമയിലേക്ക് വന്നപ്പോൾ അങ്ങനെ തന്നെയാണ് അത് സംഭവിച്ചത്. അപ്പൊ അതിന്റെ കൂടെ നിൽക്കാൻ പറ്റിയെന്നുള്ളത് തന്നെയാണ്. ഞാൻ അതിനു വേണ്ടി പരമാവധി ശ്രമിച്ചു എന്നുള്ളതാണ്. ആ ബുക്ക് വായിച്ചപ്പോൾ കിട്ടിയ ഒരു ഹൈ സിനിമ ചെയ്യുമ്പോഴും അഭിനയിക്കുമ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് സ്ക്രീനിൽ വന്നപ്പോഴും അത് കിട്ടി എന്നുള്ളതാണ്. അത്രയും എക്സൈറ്റഡ് ആയിട്ടാണ് സിനിമേനെ, ആ ക്യാരക്ടറിനെ നോക്കിക്കേണ്ടത്. അപ്പം അതിനുവേണ്ടി പറ്റുന്ന പോലെയൊക്കെയുള്ള എഫേർട്ട് ആക്ടർ എന്നുള്ള രീതിയിലും ഫിസിക്കലിയും ഒക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ റിയാക്ട് ചെയ്യുന്ന രീതി വളരെ ഡിഫറെന്റ് ആയിരിക്കും. ബേസിൽ എന്ന ഒരാള് ഏത് കാര്യം തമാശയായിട്ട്, ഇപ്പൊ ലൂസിഫറിന്റെ എമ്പുരാന്റെ സമയത്ത് ഉണ്ടായ ക്രിയേറ്റ് ചെയ്ത സാധനം ഉണ്ടായിരുന്നു, അതുപോലും തമാശയായിട്ടിട്ട് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരാൾ എടുക്കുന്ന ഒരു കമന്റ് ആയാലും എല്ലാം നോക്കി കണ്ട് ചെയ്തിട്ട് എന്നാൽ ഫണ്ണായിട്ട് എടുക്കുന്ന വളരെ കുറച്ച് പേര്, അതിൽ വിരളമായിട്ട് ഒരാളാണ് ബേസിലും. എല്ലാ കാര്യങ്ങളും തന്നെ നോക്കി കാണുന്ന ഒരാളാണ്. നമ്മൾ ഇവിടെയൊക്കെ തന്നെയുള്ള ആൾക്കാരാണല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാം ചുറ്റും നടക്കുന്നൊക്കെ അറിയാറുണ്ട്, കാണാറുണ്ട്. അപ്പോ എല്ലാവരും തമ്മിൽ റീലുകൾ അയക്കാറുണ്ട്, പറയുന്ന എല്ലാവരും എന്തൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഫോട്ടോ ടൊവിനോ അവിടെ ഇട്ടപ്പോ അങ്ങനെ ഒരു കമന്റ് ഇടാൻ അത് കണ്ടപ്പോ എനിക്ക് അതായിട്ട് തോന്നി, മുട്ടകളായിട്ട് തോന്നി. അപ്പൊ അത് മുട്ട പപ്സിലെ മുട്ട എന്ന് കമന്റ് കിട്ടുന്നേ ഉള്ളൂ. അത് പക്ഷെ AI ആയിട്ട് വരുമെന്നും
എല്ലാവരും ഞങ്ങള് രണ്ടും മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ കൂടി ഇരുന്ന് മുട്ട പപ്സ് കഴിക്കുന്ന വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതും അത്രയും ടെക്നോളജി വളർന്ന കാര്യം ഞങ്ങൾ ഇമാജിൻ ചെയ്തില്ല. ഇനി കുറച്ചുകൂടെ സൂക്ഷിച്ച് വേണം അത്തരം കമന്റുകൾ ഇടാൻ. ഇതൊരു 3 വർഷം മുന്നേ ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. പൊന്മാന് വേണ്ടി കുറെ കൊഞ്ച് കഴിച്ചായിരുന്നു. അതിനെ കുറിച്ച് എലിയ കഴിച്ചു എന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ നമ്മളൊരു ചിക്കൻ കറി കഴിക്കുന്ന പോലെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പോർഷൻ കഴിച്ചു എന്നല്ല, അത് ഒന്ന് രുചിച്ചു നോക്കി, അത്രേ ഉള്ളൂ. അത്രേ ഉണ്ടായിട്ടുള്ളൂ. കഴിച്ചു നോക്കാൻ താല്പര്യമുണ്ട്, കഴിച്ചിട്ട് എന്നോട് പറയും.